الذين كفروا بآياتنا തീർച്ചയായും നമ്മുടെ തെളിവുകൾ നിഷേധിച്ചവരെ സൗഫ നുസ്ലീഹിം നാറാ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. കുല്ലമാ നദജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. അങ്ങനെ ആ നരകൽ തീയിൽ കിടന്നുകൊണ്ട് അവരുടെ തൊലികൾ വെന്തു പോകുമ്പോഴെല്ലാം ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ അവർക്ക് നാം വേറെ തൊലികൾ മാറ്റിയിട്ട് കൊടുക്കുന്നതാണ്. നരകത്തിയിൽ മനുഷ്യന്റെ തൊലി വെന്തു പോഴുമ്പോഴെല്ലാം ആ തൊലി വന്നുകൊണ്ടേയിരിക്കും, പുതിയ പുതിയ തൊലി. എത്ര കഠിനമാണ് ശിക്ഷ. ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ തീർച്ചയായും അല്ലാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും സൽപ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തവരാകട്ടെ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. അവർക്ക് സനുദ്ഖിലുഹും ജന്നാത്ത് അവരെ സ്വർഗത്തോട്ടങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ് ശാശ്വതമായി കൊണ്ട്. ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോട്ടങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. അവരതിൽ നിത്യവാസികളായിരിക്കും എന്നെന്നും. ലഹും ഫീഹാ അസ്വാജും മുതഹറ വനുദ്ഖിലുഹും ദില്ലൻ ദലീലാ അവർക്കവിടെ പരിശുദ്ധരായ ഇണകൾ ഉണ്ടായിരിക്കും. സ്ഥിരവും ഇടതൂർന്നതുമായ തണലിൽ നാം അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇത് രണ്ടും കൂടെയുള്ള വ്യത്യാസം നോക്കണം. ഒന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇതിൻ്റെ വിശദീകരണം ഏതെങ്കിലും ഗ്രോക്ക് AI ഉണ്ടല്ലോ, അതിലടിച്ച് നോക്കിയാലും ഇതിൻ്റെ 2 ആയത്തിൻ്റെ വിശദീകരണം കിട്ടും. നമ്മുടെ ഭാവിയാണിത് സഹോദരന്മാരെ, ഒന്ന് പഠിക്കുക. സൂറത്ത് നിസായിലെ 4-ാം അധ്യായമായ നിസായിലെ 56-57 വചനങ്ങളുടെ വിശദീകരണം ഒന്ന് അറിയേണ്ടത് അത്യാവശ്യമാണ്.